നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നാരായണീയം ക്ലാസ് ആകാം എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളിപ്പോൾ ദശകം 9-ാമത്തേത്, നാരായണീയത്തിൻ്റെ 9-ാമത്തെ ദശകത്തിലെ 3 ശ്ലോകങ്ങൾ എനിക്കറിയാവും വിധത്തിൽ ഒന്നർത്ഥം പറഞ്ഞ് നമ്മൾ വായിച്ചു വച്ചിരിക്കുകയാണ്. ഇനി വായിക്കാനുള്ളത് 4-ാമത്തെ ശ്ലോകമാണ്. ഈ ദശകത്തിൽ പറയുന്നത് ബ്രഹ്മാവിന് സൃഷ്ടി തുടങ്ങുന്നതിന് വേണ്ടി വിരാട് പുരുഷൻ്റെ നാഭിയിൽ നിന്നും ജന്മം കൊണ്ടു ബ്രഹ്മാവ് ചുറ്റും നോക്കിയപ്പോൾ ഒന്നും തന്നെ കാണാനില്ല. ഈ താമരപ്പൂവിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ആ നാളിരന്ധ്രദ്വര എന്ന് പറഞ്ഞാൽ താമരപ്പൂവിൻ്റെ തണ്ടിൻ്റെ നാളത്തിൻ്റെ രന്ധ്രങ്ങളിലൂടെ, ആ ദ്വാരങ്ങളിലൂടെ കീഴ്പോട്ടേക്ക് സഞ്ചരിക്കുകയുണ്ടായി. ഒരുപാട് ദൂരം സഞ്ചരിച്ചെങ്കിലും എവിടെയാണ് താമരപ്പൂവിൻ്റെ ഉത്ഭവം എന്ന് കണ്ടുപിടിക്കാനൊട്ടായില്ല. 4-ാമത്തെ ശ്ലോകത്തിൽ ഇതുവരെയുള്ള ശ്രമം കൊണ്ട് താമരപ്പൂ ഉത്ഭവിക്കുന്നത് എവിടെയെന്നുള്ള അറിയാനുള്ള ആകാംക്ഷയിൽ ബ്രഹ്മാവ് സഞ്ചരിച്ചെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് അദ്ദേഹത്തിൻ്റെ അന്വേഷണം തുടരുകയാണ്. തദസകല നാളികാം വിവരമാർഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണയേകാഗ്രതി സമാധിബലമാദദേ ബദനുഗ്രഹ കൈകാഗ്രഹീ. അതായത് തദസകല നാളിക വിവര മാർഗയൻ. അനന്തരം തതെന്ന് പറഞ്ഞാൽ അനന്തരം ആ പത്മനാഭൻ, അതായത് ബ്രഹ്മാവ് താമരത്തണ്ടിൻ്റെ സകല ദ്വാരങ്ങൾ വഴിക്കും പോയി അന്വേഷിച്ചു. അതാണ് താമരപ്പൂവിൻ്റെ തണ്ടിനൊക്കെ ദ്വാരമുണ്ട്. ദ്വാരങ്ങളിലൂടെയൊക്കെ പോയി മേലോട്ടും ശതവത്സരം, കുറച്ച് ദിവസമൊന്നുമല്ല, ഇങ്ങനെ ബഹുസംവത്സരക്കാലം പ്രയാസപ്പെട്ടിട്ടും കിമപി ന ഏവ സംദൃഷ്ടവാൻ, ഒന്നും തന്നെ, കിമപി ന ഏവ സംദൃഷ്ടവാൻ, ദൃഷ്ടിയിൽ ഒന്നും തന്നെ പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ കാണ്ടായ കാലം മുഴുവൻ താമരപ്പൂവിൻ്റെ ഉത്ഭവം നോക്കി നടന്ന് കാലം കഴിഞ്ഞു, കൊല്ലത്ര കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ അദ്ദേഹം മനസ്സ് മടുത്ത് കണ്ടെത്താൻ പറ്റിയില്ലല്ലോ ഇതുവരെ ശ്രമിച്ചിട്ടും എന്ന് കരുതി തിരിച്ചു വന്ന് 10 മടങ്ങ് പിന്മടങ്ങി, അതായത് 10 മടങ്ങല്ല, തിരിച്ച് വന്ന ആ താമരപ്പൂവിൽ തന്നെ അങ്ങോട്ട് സഹസ്രദള പത്മത്തിൽ, ദിവ്യ പത്മത്തിൽ അങ്ങ് ഇരുന്ന് സുഖമായിട്ട് സ്ഥിതി ഉറപ്പിച്ചുകൊണ്ട് ബുദ്ധിയെ അങ്ങോട്ട് ഏകാഗ്രമാക്കി. ഏകാഗ്രതി ഭവദനുഗ്രഹ ഹൈകാഗ്രഹി. ഏകാഗ്രഹി ബുദ്ധിയെ ഏക മാർഗത്തിലേക്ക്, ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് യോജിപ്പിച്ച് നിർത്തി അനുഗ്രഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമാധിബലം ആദദേ എന്ന് പറഞ്ഞാൽ ഉറച്ച സമാധിയെ, സമാധി എന്ന് പറഞ്ഞാൽ ഉറക്കം, ആദദേ സമാധി, ആദദേ ഉറക്കം കൈകൊണ്ട് എന്ന് പറഞ്ഞാൽ താമരപ്പൂവിൻ്റെ ഉത്ഭവം നോക്കി പോയി അതിനെ കണ്ടെത്താൻ പറ്റാണ്ടായപ്പോൾ ബ്രഹ്മാവ് ആ യാത്ര അങ്ങോട്ട് അവസാനിപ്പിച്ച് തിരിച്ച് താമരപ്പൂവിൽ വന്നിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഏകാഗ്രമായി മനസ്സിനെ വെച്ചുകൊണ്ട് ഭഗവാന്റെ ഭക്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അനുഗ്രഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമാധിയിൽ എത്തി എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് ഉറങ്ങി. അതാണ് ഈ വരിയുടെ അർത്ഥം. ഒന്നുകൂടി വായിക്കാൻ ശ്ലോകത്തിൻ്റെ അർത്ഥം. തദസകല നാളിക വിവരമാർഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണയേകാഗ്രതി സമതിബലമാധതി വേദനുഗ്രഹകാഗ്രഹീ. ഏകാഗ്രതി ഭവദനുഗ്രഹൈകാഗ്രഹി, അതാണ് ആ പദങ്ങൾ രണ്ടും വരണേ. അങ്ങനെ വരുമ്പോഴാണ് സമാധിബലമാദദേ
ഭവദനുഗ്രഹൈ ഭവദനുഗ്രഹൈ ഏകാഗ്രഹീ ഭവദനുഗ്രഹൈകേകാഗ്രഹീ. ബുദ്ധിയെ ഏകാഗ്രമാക്കിയിട്ട് അവിടുത്തെ അനുഗ്രഹത്തിന് മാത്രമായി ആഗ്രഹിച്ചുകൊണ്ട് താമരപ്പൂവിലിരുന്ന് ഉറങ്ങി എന്നാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥം സാമാന്യമായിട്ട് മനസ്സിലാക്കുന്നത്. ബ്രഹ്മാവ് അന്വേഷണമൊക്കെ നടത്തി. ഇനിയിപ്പോൾ എന്താ സ്ഥിതി എന്ന് നമുക്കറിയില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ ഒരു പരിഭാഷ എങ്ങനെയാണെന്ന് നോക്കാം. 4-ാമത്തെ ശ്ലോകത്തിൻ്റെ അനന്തരം താമരതൻ സർവദ്വാരത്തിലൂടെയും, പിന്നീട് താമരയുടെ എല്ലാ ദ്വാരത്തിലൂടെയും അനവധി സംവത്സരം അന്വേഷിച്ചിട്ടും, പല വർഷങ്ങൾ അന്വേഷിച്ചിട്ടും കണ്ടെത്താതെ ബുദ്ധിശക്തി ഏകാഗ്രമാക്കിയ ദേവൻ, താമരപ്പൂവിൻ്റെ ഉത്ഭവം കണ്ടെത്താതെ ബുദ്ധിശക്തിയെ ഏകാഗ്രമാക്കിക്കൊണ്ട് ദേവൻ, ബ്രഹ്മദേവൻ അവിടുത്തെ വരം തേടി സമാധിയായി. അവിടുത്തെ വരം തേടി, അനുഗ്രഹം തേടി ഇരുന്ന് ഉറങ്ങി. സമാധിയായി എന്ന് വെച്ചാൽ ഉറങ്ങി. അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ്. ശതേന പരിവത്സരൈ ദൃഢസമാധിബന്ധുല്ലസ പ്രബോധ വിശദീകൃത സഖലു പത്മിനി സംഭവ അദൃഷ്ടചരമത്ഭുതം തവ ഹി രൂപമന്തർദശ വ്യജഷ്ടപരിതുഷ്ടതിർ ഭുജഗഭോഗഭാഗാശ്രയം. എന്താ ഈ പറയുന്ന ശ്ലോകം? സദാ പത്മിനി സംഭവ തദ പരിവത്സരൈ ദൃഢസമാധിബസല്ലോസദ് പ്രബോധ വിശദീകൃത സാ ഖലു പത്മിനി സംഭവ. അപ്പം സ്വപത്മിനി സംഭവ ഖലു, ആ പത്മജൻ, ആ ബ്രഹ്മാവാകട്ടെ ശതേന പരിവത്സര, 100 ദിവ്യ സംവത്സരം കൊണ്ട്, 1-2 ദിവസം കൊല്ലമൊന്നുമല്ല, 100 ദിവ്യമായ സംവത്സരം കൊണ്ട് ദൃഢസമാധി ബന്ധോല്ലസ പ്രബോധ വിശദീകൃത, ഉറച്ച സമാധിയെ ധരിച്ചതിനാൽ ജ്ഞാനം തെളിഞ്ഞ് മനോമാലിന്യമെല്ലാം വിട്ടവനായി തീർന്നു. 100 കൊല്ലം കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ ശുദ്ധമായി, മനസ്സിലെ ഇരുട്ടൊക്കെ മാറി, ജ്ഞാനം തെളിഞ്ഞു. പരിതുഷ്ടതി, ആനന്ദം നിറഞ്ഞ അന്തരംഗത്തോടെ, മനസ്സ് നിറയെ ആനന്ദത്തോടു കൂടി, അദൃഷ്ടചരം അത്ഭുതം ഭുജഗ ഭോഗഭാഗാശ്രയം തവ രൂപം. എന്താ ഈ പറയുന്നത്? മുമ്പ് അദൃഷ്ടചരം, മുമ്പ് കണ്ടിട്ടില്ലാത്തതും അത്ഭുതമായിട്ടുള്ളത്, ആശ്ചര്യമായിട്ടുള്ളതും, ഭുജഗ ഭോഗഭാഗാശ്രയം, അതിന് ആശ്ചര്യത്തിന് കാരണമായിട്ടുള്ളതും, ആദിശേഷൻ എന്ന നാഗശ്രേഷ്ഠൻ്റെ ഭുജകം എന്ന് പറഞ്ഞാൽ ഉരകം, അതായത് ഈ സർപ്പരാജൻ, ഇവിടെ അനന്തൻ എന്നുള്ള നാഗത്തെയാണ്, ആദിശേഷൻ എന്നുള്ള നാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഭോഗഭാഗാശ്രയം, ആ നാഗശ്രേഷ്ഠൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ ആശ്രയിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ സർപ്പങ്ങനെ മടങ്ങി കിടക്കല്ലേ, ഒരു പട്ടുകിടക്ക പോലെ. അങ്ങനെ ആ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ ആശ്രയിച്ചുകൊണ്ട് ഉള്ളതുമായിട്ടുള്ള അവിടത്തെ തവരൂപം, അവിടത്തെ ആ രൂപം, ഭുജഗഭോഗാശ്രയം, അന്തർദിശ വ്യജഷ്ടാഹി, ദിവ്യദൃഷ്ടിയിൽ അങ്ങോട്ട് കാണാനായിട്ട് സാധിച്ചു. അതോടുകൂടിയിട്ട് അനന്തശായിയായ ഭഗവാനെ
കാണുന്നതിനായിട്ട് ബ്രഹ്മാവിന് സാധിച്ചു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശതേന പരിവത്സരൈ ദൃഢസമാധി ബന്ധുല്ലസ പ്രബോധ വിശദീകൃത സാ ഖലു പത്മിനി സംഭവ അദൃശ്യ ചരമത്ഭുതം തവ ഹി രൂപമന്തദൃശ വ്യജഷ്ട പരിതുഷ്ടതീർ ഭുജഗഭോഗഭാഗാശ്രയം. അങ്ങനെ ആ സമാധിയുടെ അവസാന ഘട്ടത്തിൽ മനസ്സിൻ്റെ മാലിന്യമെല്ലാം പോയി ജ്ഞാനം നിറഞ്ഞ് ആനന്ദത്തിൽ ആറാടി മനസ്സ് നിറയെ ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അനന്തശായിയായിട്ടുള്ള ഭഗവാനെ കാണാനായിട്ട് സാധിച്ചു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഒരു പരിഭാഷ വരുന്നത് എങ്ങനെയാണെന്നാൽ, ശതദിവ്യ സംവത്സരം സമാധിയായി പത്മജനം ശാന്തചിത്തനായി ജ്ഞാനപൂരിതനായി. മനസ്സ് ശാന്തമായി അദ്ദേഹത്തിന് ആനന്ദം കളിയാടി. ശാന്താകാരവപൂസാർന്ന ഭഗവാന്റെ ദിവ്യമാകും ശരീരത്തെ ദർശിച്ചല്ലോ ദിവ്യദൃഷ്ടിയാൽ. ശാന്താകാര വപു സാർന്നിട്ടുള്ള ആ ഭഗവാന്റെ അനന്തശായിയായ ഭഗവാന്റെ ദിവ്യമാകുന്ന ശരീരത്തെ ദർശിക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ ബ്രഹ്മാവിന് സാധിക്കുകയും ചെയ്തു. അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ്. കിരീടമകുടോല്ലസ കടകഹാരകേയൂരയം മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രദം ഗളതലോല്ലസ കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനെ ദർശിത. ഈ വരികളിൽ കൂടെ അവരുടെ കിരീടമാകുമല്ലോ ആ കണ്ട അനന്തശായി ഭഗവാന്റെ രൂപത്തെ ഒന്ന് മനസ്സിലാക്കി തരികയാണ് നമുക്ക് വേണ്ടി ഭഗവാൻ വിധി ബ്രഹ്മാവ്. കടകകാര കേയൂരയം, വളകൾ, മുത്തുമാലകൾ, തോൾവളകൾ എന്നിവ. കടകഹാര കേയൂരയം, അത് കടകം എന്ന് പറഞ്ഞാൽ വളകൾ, തോൾവളകൾ, പിന്നെ മുത്തുമാലകൾ, ഹാരം, മാല, മണിമുത്തു മാലകൾ. മണിസ്ഫുരിത മേഖലം, രത്നങ്ങളാൽ പളവൾപ്പാർന്നിട്ടുള്ള അരഞ്ഞാണാണെങ്കിൽ രത്നങ്ങൾ പതിച്ചിട്ടുള്ള അരഞ്ഞാണം. സുപരിവീത പീതാംബരം കളായ കുസുമപ്രദം, മഞ്ഞപ്പട്ടാട മോടിയിൽ ചാർത്തിയത്. സുപരിവീത പീതം, മേലെ ഉടുത്തിരിക്കുന്ന മഞ്ഞപ്പട്ടാമ്പരം, മഞ്ഞപ്പട്ട് ഏറ്റവും മനോഹരമായിരിക്കുന്നു. കാശാവിൻ പൂക്കളുടേതായ കാന്തിയുറ്റ കണ്ഠപ്രദേശത്തുള്ള കൗസ്തുഭരത്നം. കൗസ്തുഭം എന്ന് പറയുന്ന രത്നം, ഇത് പാലാഴി കടഞ്ഞപ്പോൾ പാലാഴിയിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പോൾ മഹാവിഷ്ണു കൊടുത്തതാ. അദ്ദേഹം തന്നെ കണ്ഠാഭരണമായിട്ട് അങ്ങ് കഴുത്തിൽ കെട്ടി. ആ കണ്ഠാഭരണം അത് കാശാവിൻ പൂക്കളുടേതായ കാന്തി ഉറങ്ങുന്നത്. കാശാവിൻ പൂവ് എന്ന് പറഞ്ഞാൽ ഇളം നീല നിറത്തിൽ വിരിയുന്ന ഒരു തരം പൂവാണ്. അതിന് തിളക്കം കൂടിയിട്ടുള്ളതാണ് ഈ കൗസ്തുഭത്തിൻ്റെ നിറം. അത് രത്നമാണ്. കൗസ്തുഭരത്നം മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ഠത്തിൽ. കമലജന്മനെ ദർശിതം ഹൈ തത്വു ഭാവയെ. അപ്പോൾ ഞങ്ങൾ പത്മജന് കാട്ടിക്കൊടുത്ത, ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്ത അവിടത്തെ ആ തിരുവുടലിനെ അനന്തശായിയായ ഭഗവാൻ കടക ഹാര കേയൂരമ, തോൾവള, വള, ഹാരം, മണിമുത്തുമാലകൾ, പിന്നെയോ മഞ്ഞ നിറത്തിലുള്ള പളപളപ്പാർന്ന മഞ്ഞപ്പട്ട്, അരഞ്ഞാണം, ഇതൊന്നും കൂടാതെ കൗസ്തുഭരത്നം, ഇവയോട് കൂടിയിട്ടുള്ള അടയാഭരണങ്ങളൊക്കെ ചാർത്തിയിട്ടുള്ള ഭഗവാനെ ബ്രഹ്മാവിന് ദർശനം കൊടുത്ത അതേ രൂപത്തിൽ
ഞങ്ങളും അങ്ങയെ ധ്യാനിച്ചു കൊള്ളുന്നു എന്നാണ് ഇവിടെ ഭക്തകവി പറയുന്നത്. കിരീടവും മകുടവും ശിരോലങ്കാരങ്ങൾ രണ്ടിനും വ്യക്തമായ ആകൃതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ശ്ലോകം ഒരു പ്രാവശ്യം, അപ്പോൾ ഭഗവാന്റെ ആ രൂപമാണ് വർണ്ണിച്ചത്. അതിനെ ഒരു പ്രാവശ്യം നമുക്ക് ആ ശ്ലോകം ഒന്ന് വായിക്കാം. കിരീടമകുടോല്ലസ ഘടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രദം ഗളതലോല്ലസകൗസ്തുഭം വപുസ്തദയി ഭാവയേ കമലജന്മനേ ദർശിതം. താമരപ്പുൽ വിരിഞ്ഞവനായ ബ്രഹ്മാവിനെ ഏത് രൂപമാണോ അങ്ങ് കാണിച്ചു കൊടുത്തത്, ആ രൂപത്തെ ഞങ്ങൾ സ്മരിക്കുന്നു, വണങ്ങുന്നു, മനസ്സിൽ കരുതുന്നു. ഇതിൻ്റെ മലയാള പരിഭാഷ എങ്ങനെയാണെന്ന് നോക്കാം. കിരീടവും മകുടവും തിളങ്ങുന്ന വളകളും, എന്താ പറയുന്നത്? കിരീടവും മകുടവും തിളങ്ങുന്ന വളകളും മുത്തുമാല രത്നമാല അരഞ്ഞാണവും പത്മജനൂദർശനത്തെ നൽകിയോരാത്തിരുടൽ മഞ്ഞപ്പട്ടും കൗസ്തുഭവും ധ്യാനിക്കുന്നു ഞാൻ. ഭഗവാനെ ആ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത കൗസ്തുഭരൂപം ഞാനൊന്ന് കാണുകയാണ്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോയാലോ? നോക്കട്ടെ. 7ാമത്തെ ശ്ലോകമാണിത്. ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷിദിഷ്ട്വാ ദൃശോ കുരുഷ്യ ധീയമാശു മേ ഭുവനനിർമ്മിതൗ കർമ്മഠ ഇതി ദ്രുഹിണവർണിത സ്വഗുണബംബിക പാഹി മാം. ഇവിടെ എന്താ പറയുന്നത്? ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ. ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ എന്ന് പറഞ്ഞാൽ വേദശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, വേദ സമൂഹങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടതും സർവവ്യാപകവുമായ മഹാത്മ്യമുള്ളവനും. അപ്പോൾ ശ്രുതി പ്രചുര വൈഭവ എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിനെ പുകഴ്ത്തുന്നതാണ്. അപ്പോൾ പേരെടുത്ത വൈഭവ ശ്രീപദേ. ശ്രീ എന്ന് വെച്ചാൽ മഹാലക്ഷ്മി, മഹാലക്ഷ്മിയുടെ പതിയായിട്ടുള്ളവനെ ശ്രീപദേ മഹാവിഷ്ണു. എന്താണ്? ശ്രീപദേ ഹരേ ജയ ജയ ലക്ഷ്മീ വല്ലഭ, അങ്ങ് വിജയിക്കട്ടെ ആയ മഹാവിഷ്ണു മേൽക്കുമേൽ ജയിച്ചരുളിയാലും. ആദ്യത്തെ 2 വരികളിൽ അതാണ് പറയുന്നത്. ബ്രഹ്മാവ് പ്രാർത്ഥിക്കുക. ശ്രുതി പ്രകരദർശിത പ്രചുരവൈഭവ, വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും വ്യാപകവുമായ മാഹാത്മ്യമുള്ളവനെ ശ്രുതി പ്രചുര വൈഭവ. മഹാവിഷ്ണുവിനെ ബ്രഹ്മാവ് സംബോധന ചെയ്യുന്നതാണ്. ശ്രീപദേ ലക്ഷ്മീ വല്ലഭ ഹരേ, എല്ലാ ദുഃഖങ്ങളും ഹരിക്കുന്നവനെ ജയ ജയ പ്രഭു, അങ്ങ് വിജയിക്കട്ടെ വിജയിക്കട്ടെ പ്രഭോ ദൃഷ്ട്യാ ദൃശോ പദം ഉപൈഷ്യ. സർവശക്ത, അവിടുന്ന് ഭാഗ്യവശാൽ എൻ്റെ കണ്ണുകൾക്ക് വിഷയമായി തീരുന്നു. താമസിയാതെ എൻ്റെ ബുദ്ധിയെ ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ സാമർഥ്യമുള്ളതാക്കി തീർക്കണേ. അങ്ങ് ഇപ്പം എൻ്റെ ദൃഷ്ടിക്ക് നേരെ വന്നു, എനിക്കിപ്പം നല്ല ബുദ്ധിയൊക്കെ തെളിഞ്ഞു, മനസ്സിന് നല്ല സന്തോഷമൊക്കെ ഉണ്ട്. ക്രമേണയായിട്ട് ആശുമേധീയം ഭുവന നിർമ്മിതൗ കർമ്മട കുരുഷ്യ, ഈ ഭൂമി നിർമ്മിക്കുന്നതിന് അങ്ങ് അടുത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ
ശക്തനാക്കും, എനിക്കതിനുള്ള ശക്തി തരും. അതാണ് പറയുന്നത്. എൻ്റെ ബുദ്ധിയും ഭുവനങ്ങൾ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ സാമർഥ്യമുള്ളതാക്കി തരും. അതാണ് ഭുവന നിർമ്മിതൗ കർമ്മട, ഭൂമിയെ നിർമ്മിക്കുക എന്ന കാര്യത്തിൽ എൻ്റെ ബുദ്ധിശക്തി വളർത്തിത്തരും എന്നും. ഇതി ഗൃഹിണവർണിത സഗുണവംബിക മാഹിമാം, ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട മഹിമാതിശയത്തോടുകൂടി അവിടുന്ന് ഈ ഉള്ളവനെ കാത്തുകൊള്ളണേ. ഇത്രയൊക്കെ മഹിമയോടുകൂടി ബ്രഹ്മാവിനെ കാത്തുരക്ഷിക്കുന്ന അങ്ങ് എന്നെയും കാത്തുരക്ഷിക്കണേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവാ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദൃഷ്ട്വാ ദൃശോ കുരുഷ്വദീയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മട ഇതി ദ്രുഹിണവർണിത സ്വഗുണബംബിക പാഹി മാം. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷ എങ്ങനെയാണ് പറയുന്നതെന്ന് കൂടി നോക്കാം. കിരീടവും വേദങ്ങളിൽ പ്രകീർത്തിക്കും സർവവ്യാപിയാകും ദേവാ, ശ്രുതി പ്രചുര വൈഭവ എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ പ്രകീർത്തിക്കും സർവവ്യാപിയാകും ദേവാ, ലക്ഷ്മീകാന്ത ശ്രീപദേ ലക്ഷ്മീകാന്ത മഹാവിഷ്ണു ജയിച്ചിടുക. പിന്നെയോ സൃഷ്ടിക്കായി ബുദ്ധിയേകൂ, ബ്രഹ്മപുരാണ്, സൃഷ്ടിക്കായി ബുദ്ധിയേകൂ ബ്രഹ്മദേവൻ വർണ്ണിക്കുന്ന വിഷ്ണു തന്നെ ഇവനെയും രക്ഷിച്ചിടട്ടെ. എന്നെയും വിഷ്ണു തന്നെ, ആ ബ്രഹ്മദേവൻ വർണ്ണിക്കുന്ന ഈ ശ്ലോകത്തിലൂടെ ബ്രഹ്മദേവൻ വർണ്ണിക്കുന്ന ആ ശ്രുതി പ്രചുര വൈഭവ ശ്രീപദേ എന്നൊക്കെ പറയുന്ന ആ വിഷ്ണു തന്നെ എന്നെയും രക്ഷിക്കട്ടെ എന്ന് ഭക്തകവി ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോൾ 24 മിനിറ്റായി. അപ്പം അതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. 4 ശ്ലോകങ്ങൾ ഒരു വിധത്തിൽ നമ്മൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ദിവസമാകാം. ഇന്ന് നമ്മളിവിടെ പറഞ്ഞ ഓം നമോ ഭഗവതേ വാസുദേവായ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഭഗവാനെ, അങ്ങയെപ്പറ്റി പറയുന്ന എല്ലാ വാക്കുകളും അവിടുത്തെ പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. നമ്മുടെ ഈ ചാനൽ കാണുന്നവർക്ക് നാരായണീയത്തെപ്പറ്റി എന്തെങ്കിലും ഒരു അടിസ്ഥാനമായ അറിവുണ്ടാകുമെന്ന് ഞാൻ മോഹിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്നില്ലേ? ഒന്ന് പറയണം കേട്ടോ.